നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വാർഷിക കരാർ സംവിധാനത്തിൽ വൻ അഴിച്ചുപണിക്കൊരുങ്ങുകയാണ് BCCI. നേരത്തെ 4 ഗ്രേഡുകളായി നടപ്പാക്കി പോന്ന ഈ സംവിധാനം 3 വെട്ടിച്ചുരുക്കാനാണ് BCCI ആലോചിക്കുന്നത്. ഇതോടെ നിലവിൽ തലപ്പത്തുള്ള ഗ്രേഡ് A+ എന്നത് അപ്രത്യക്ഷമാവും. പകരം ABC എന്നിങ്ങനെ 3 കാറ്റഗറികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ വർഷം പ്രഖ്യാപിക്കാനിരിക്കുന്ന വാർഷിക കരാർ പുതിയ രീതിയിലുള്ളതായിരിക്കുമെന്നാണ് വിവരം. A+ കാറ്റഗറി ഒഴിവാക്കി വാർഷിക കരാർ സംവിധാനത്തിൽ മാറ്റം വരുത്തണമെന്ന് BCCIക്ക് ശുപാർശ ചെയ്തത് അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണെന്നാണ് വാർത്താ ഏജൻസിയായ ANIയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ടുള്ള താരങ്ങൾക്ക് പുതിയ രീതിയിലുള്ള വാർഷിക കരാർ BCCI കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും വലിയ തിരിച്ചടിയുണ്ടാവുക ബാറ്റിംഗ് ഇതിഹാസങ്ങളായ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കുമായിരിക്കും. നിലവിൽ പ്രതിവർഷം 7 കോടി ശമ്പളമുള്ള A+ കാറ്റഗറിയിലാണ് ഇരുവരുമുള്ളത്. എന്നാൽ പുതിയ രീതിയിലുള്ള കരാർ സംവിധാനത്തിൽ ഗ്രേഡ് Aയിൽ രോഹിത്തിനും കോഹ്ലിക്കും ഇടമുണ്ടാവില്ല. കാരണം കഴിഞ്ഞ വർഷം ടെസ്റ്റും മതിയാക്കിയതോടെ ഏകദിനത്തിൽ മാത്രമേ ഇവർ കളിക്കുള്ളൂ. അതുകൊണ്ടുതന്നെ ഗ്രേഡ് Bയിലായിരിക്കും പുതിയ വാർഷിക കരാറിൽ രോക്കോയുടെ സ്ഥാനം. മുൻ കരാർ പ്രകാരം ഗ്രേഡ് Aയിൽ ഉൾപ്പെട്ട താരങ്ങൾക്ക് 5 കോടി രൂപയും BC ഗ്രേഡിലുള്ളവർക്ക് 1 കോടിയുമായിരുന്നു പ്രതിഫലം. മാച്ച് ഫീ കൂടാതെയാണിത്. അതേസമയം പുതിയ രീതിയിലുള്ള കരാർ സംവിധാനത്തിൽ ഓരോ ഗ്രേഡിലെയും വേതനത്തെക്കുറിച്ച് BCCI ഇനിയും തീരുമാനിച്ചിട്ടില്ല. വരാനിരിക്കുന്ന യോഗത്തിൽ BCCI ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യും. അതിനുശേഷം മാത്രമേ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുകയുള്ളൂ. സാധാരണയായി ഓരോ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ടാണ് BCCIയുടെ വാർഷിക കരാർ പ്രഖ്യാപിക്കാറുള്ളത്. 2024 മുതൽ 25 വരെലെ അവസാനത്തെ കരാർ പ്രകാരം രോഹിത്, കോഹ്ലി എന്നിവരെ കൂടാതെ ഗ്രേഡ് A+ലുണ്ടായിരുന്നത് ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ എന്നിവരാണ്. ശുഭ്മൻ ഗിൽ, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, മുഹമ്മദ് ഷമി, ഋഷഭ് പന്ത്, മുഹമ്മദ് സിറാജ് എന്നിവരായിരുന്നു ഗ്രേഡ് Aയിലെ കളിക്കാർ. T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, യശസ്വി ജയ്സ്വാൾ എന്നിവരെല്ലാം ഗ്രേഡ് Bയിലായിരുന്നു. BCCIയുടെ